ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഞാനൊന്നൊരു സൈക്കോളജിയാണ് പറയുന്നത്. ഞാൻ രാവിലെ അല്ലേ എൻ്റെ സ്കൂളിൽ പോകുന്ന നേരത്ത് ഞാൻ ഒരു കാര്യം വിചാരിച്ചു, ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റുട്ടീന് കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിച്ചു. എന്താ അറിയില്ല, ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നടക്കുന്നത്. അതായത് ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫുട്ബോൾ മാച്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ പങ്കെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ വിചാരിക്കുകയാണ്, ഞാനിതിൽ ഗോൾ ഇടുമെന്ന് വിചാരിച്ച് നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിൽ നല്ല കളി തന്നെ കളിക്കും. കാരണം നമുക്ക് ഗോൾ ഇടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളവിടെ കളിക്കുന്നത്. സോ അപ്പോൾ അതിന് നല്ല കളി നമ്മൾ കളിക്കും. അതായത് ആ ഒരു ഇത് വരും, നമുക്ക് ഒരു ഹാർഡ് വർക്കിംഗ് മൈൻഡ് സെറ്റും ആ ഒരു സമയത്തുള്ള ആ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ ഒരിതിൽ എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും പഠനം നമ്മൾ പഠിക്കും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. ഇപ്പോൾ നമുക്കൊരു വലിയൊരു എന്തെങ്കിലും ആവണം. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു IAS ഓഫീസർ ആവണം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, എനിക്ക് ആ ഒരു ഇത് ആവണം എന്ന് എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനിക്കത് ആവണം നമ്മൾ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതിനെന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ആവാൻ വേണ്ടി ഒരുപാടധികം കഷ്ടപ്പെടും. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു ആഗ്രഹം നേടാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഹോപ്പ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്ത സമയത്ത് എനിക്കൊരു സംഭവം കിട്ടി. എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ടാണ് വന്നത്. സിഗ്മ റൂൾ എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു ഷോട്ട് കാരണമാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും മോട്ടിവേഷൻ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തു. സത്യം പറഞ്ഞാൽ അതിലൊരു മോട്ടീവ് എനിക്കുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഞാനിപ്പോൾ അവിടെ എത്തി. അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ റൂൾ എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ആവണം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ നമുക്ക് ജയിക്കണം, നമുക്കത് നേടണം, ഞാനത് ചെയ്യും, എനിക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകും. ഇപ്പോൾ നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആ ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഗോൾ അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഗോൾ അടിച്ചിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസും ഡെഡിക്കേഷൻ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. നമ്മളത് ചെയ്യാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിരിക്കും നമ്മൾ. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് പറ്റും എന്നാണ് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യം നന്നായിട്ട് തന്നെ ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അഥവാ പ്രശ്നം ഉണ്ടെങ്കിലും വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കണം, ഐ ക്യാൻ ഡു ഇറ്റ്. ഒരിക്കലും നമ്മളെ തളർത്തരുത്. നമ്മളെപ്പോഴും ഐ ക്യാൻ ഡു ഇറ്റ് എന്നായിരിക്കും പറയാം, എനിക്ക് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും പറയേണ്ടത്. ആൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. എപ്പോഴും നിങ്ങളിൽ വിശ്വസിക്കുക. അപ്പോഴാണ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. അത്രേ പറയാനുള്ളൂ.